ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തുടരും എന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, എമ്പുരാന്മാരി ഒന്നല്ല, കിടിലൻ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി. അതാണ് സിനിമേൻ്റെ അകത്ത് ഏറ്റെടുത്ത് പറയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് പഴയ വിൻറ്റേജ് ലാലേട്ടനെ കാണിച്ചു തരുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പിന്നെ അരമണിക്കൂറിന് ശേഷം, ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുന്നേ അരമണിക്കൂറിന് ശേഷം സിനിമേൻ്റെ ട്രാക്ക് അങ്ങോട്ട് മാറാണ്. അപ്പോൾ തൊട്ട് ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു വൈബ് അടിച്ച സിനിമയും കൂടിയാണ് തുടരും എന്ന സിനിമ. സിനിമ ഏറ്റെടുത്ത് പറയേണ്ട സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു രക്ഷയില്ല, ഒരു സാധാരണ ഫാമിലി പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും ഒരു കിഡിലൻ സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയെ ഒരുക്കി വെച്ചിട്ടുള്ളത്. തരുൺ മൂർത്തിയുടെ എക്സിക്യൂഷൻ അത് സിനിമയെ എങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. 100% തിയേറ്ററിൽ പോയി കാണേണ്ട വർത്ത് വാച്ച് സിനിമയായിട്ടാണ് എനിക്ക് തുടരും കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ഇൻ്റർവെൽ ബ്ലോക്കിന് ശേഷം നല്ല രീതിയിൽ ഇൻ്റർവെൽ ബ്ലോക്ക് അവസാനിച്ച് എനിക്ക് ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ നല്ല പ്രതീക്ഷ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പുലർത്തുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ മോനെ കിളിയായിട്ട് പറന്നുപോയി. ആ പഴയ ലാലേട്ടനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതിന് പരപൂർണം തരുൺ മൂർത്തി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് തീ സാധനം, കാട്ടു തീയാണ്. ഈ ജംഗിൾ പുളി എന്നൊക്കെ വെച്ചാൽ ഇതാണ് ജംഗിൾ പുളി. ഒരു രക്ഷയില്ല. സിനിമയുടെ ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, ഫൈറ്റ് സീന്, ഒരു രക്ഷയില്ലാത്ത സീനാ മോനെ. തല പൊളി. ലാലേട്ടൻ തലയാണ്, തല നമ്മുടെയൊക്കെ തലയാണ്. ഒരു രക്ഷയില്ല. സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ ആ ക്ലൈമാക്സത്തെ സീനൊക്കെ കിട്ടില്ല. ടിപ്പിക്കൽ ക്ലൈമാക്സ് ആണെങ്കിലും ഫൈറ്റ് സീനും കൊണ്ടും സിനിമേൻ്റെ സ്ലോമോ ക്യാമറ വർക്ക്സും ഒക്കെ കൊണ്ടും കിടിലൻ ക്ലൈമാക്സ് ഒക്കെ ആയിട്ടാണ് സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയിൽ ഒരുപാട് ഇമോഷണൽ രംഗങ്ങളുണ്ട്. അത് സിനിമയിലെ ഭൂരിപക്ഷവും സിനിമ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇമോഷണൽ, ലാലേട്ടൻ എന്ന നടൻ തിരിച്ചു വന്നത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷവും ഒരു ആഹ്ലാദവും ഒക്കെയാണ് എനിക്ക് മനസ്സിലുണ്ടായിട്ടുള്ളത്. അത്രയ്ക്കും കോമാളിത്തരം ചെയ്തു വെച്ച നമ്മുടെ ലാലേട്ടനെ തരുൺ മൂർത്തി എന്ന സംവിധായകൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഹാറ്റ്സ് ഓഫ്. ഒരു രക്ഷയില്ല പടം. സിനിമ ആകെ മൊത്തത്തിൽ എനിക്ക് ഒരു ഗംഭീര പടം. ഒരു ദൃശ്യൻ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടേക്ക് എത്തിയില്ലെങ്കിലും എവിടേക്കോ ടച്ച്, ദൃശ്യത്തിൻ്റെ ടച്ച് സിനിമ എൻ്റയർലി സിനിമ കാണുമ്പോൾ തോന്നും. സിനിമ ലാലേട്ടൻ്റെ ഒരു കിടിലൻ സാധനം തന്നെയാണ് തരുൺ മൂർത്തി ഒരുക്കി വെച്ചിട്ടുള്ളത്. സിനിമയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ